പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് മരിയ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബൈബിൾ റീഡിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റിയൊരു റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടാൻ. കാരണം ഞാൻ അയർലൻഡിലെ ഡബ്ലിനിലായിരുന്നു കഴിഞ്ഞ 2.5 വർഷമായിട്ട്. അവിടെ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് കോർക്കിലേക്ക് മൂവട്ടായിട്ട് ഇപ്പോൾ 6 മാസമായി. ഇതുവരെ എനിക്ക് ഇവിടെ ജോലി ആയിട്ടുണ്ടായിരുന്നില്ല. ഒരു 4 months ഒക്കെ ആയപ്പോൾ തന്നെ എനിക്ക് മടുപ്പായി. കാരണം ജോലി കിട്ടാനുള്ള സറൗണ്ടിങ്സിൽ എല്ലാവരും ജോലിക്ക് പോണവരാണ്. പ്ലസ് ഞാൻ അത്ര നാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് ജോലി ഇല്ലാണ്ടിരിക്കുന്ന സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ ഒരു ഡിപ്രഷനിലേക്ക് പോണ ആ ഒരു ഇതൊക്കെയായി. കാരണം എല്ലാവരും ചോദിക്കുക ജോലി ആയില്ലേ. അപ്പോഴൊക്കെ ഭയങ്കര വിഷമായിരുന്നു. പിന്നെ ഞാൻ കുറെ അപ്ലൈ ചെയ്ത് തുടങ്ങി. അപ്ലൈ ചെയ്തിട്ടും ഡെയിലി റിജക്ഷനാണ് വരുന്നത്. അത് കാണുമ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്നത് തന്നെ ഒട്ടുമില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ എനിക്ക് അപ്പോൾ തോന്നി ദൈവത്തിൻ്റെ അടുത്ത് കുറച്ചും കൂടി അടുക്കാനുണ്ട്, അതുകൊണ്ടായിരിക്കും ഈ ടെസ്റ്റിംഗ് ഒക്കെ എന്ന് എനിക്ക് തോന്നി. ഞാൻ അപ്പോഴും സെന്റ് ജൂഡിന്റെയും സെന്റ് ആൻഡ്രൂസിന്റെ ഒക്കെ വലിയ ബിലീഫറായിരുന്നു. അപ്പം ഞാൻ പ്രേയേഴ്സൊക്കെ എത്തിക്കുന്നുണ്ടെങ്കിലും ബൈബിൾ റീഡിങ് ചെയ്തിട്ട് കുറച്ച് നാളായിരുന്നു. അങ്ങനെ മൃദുലേച്ചിൻ്റെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്തിട്ട് ഞാൻ ആളോട് ചോദിച്ചു അടുത്ത പ്രാവശ്യത്തിൽ എന്നെ ആഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ആളെന്നെ ആഡ് ചെയ്തു. അപ്പോൾ ഞാനെൻ്റെ 2 ഫ്രണ്ട്സിനെയും കൂടിയും ആ റീഡിങ്ങിന് കയറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്കും ഈ റീഡിങ് കഴിഞ്ഞതിന് ശേഷം നല്ല എക്സ്പീരിയൻസ് ആണെന്ന് അവർ പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് എനിക്ക് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഓരോ ദിവസം റീഡ് ചെയ്യുമ്പോഴും എനിക്ക് എവിടെ നിന്നും ഇല്ലാത്തൊരു കംഫർട്ടും സപ്പോർട്ടൊക്കെ എവിടെ നിന്നൊക്കെയോ കിട്ടണ ഒരു ഫീലായിരുന്നു. പ്ലസ് എനിക്ക് റിജക്ഷൻ പറഞ്ഞിടത്ത് എനിക്ക് കുറച്ചൊക്കെ ഇൻ്റർവ്യൂ കോൾസ് ഒക്കെ വന്നു തുടങ്ങി. ഈ റീഡിങ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ എനിക്കൊരു റെഫറൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ പോസ് ആയിരിക്കായിരുന്നു പ്രോസസ്സെല്ലാം. അത് റീസ്റ്റാർട്ടായി. അങ്ങനെ എനിക്ക് 2-3 ഇൻ്റർവ്യൂ റൗണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് ക്ലിയർ ചെയ്ത് എനിക്ക് ജോലി കിട്ടി. ഞാനിപ്പം ഈ ജോലിയിൽ ഈ 20th കയറി, ഈ മൺഡേ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ജോലിയുണ്ട് എനിക്ക് എന്തെങ്കിലും കിട്ടണേന്ന്. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തതെന്ന് എനിക്കിപ്പോഴുള്ള എക്സ്പീരിയൻസ് വെച്ച് അതിൻ്റെ ഇരട്ടി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കിട്ടണ ജോലിയാണ് എനിക്ക് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഷോക്കിലും ആ ഒരു എക്സൈറ്റ്മെന്റിലൊക്കെ ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുക. അതിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത എനിക്ക് ടോപ്പിൽ കിട്ടുന്ന ഒരു ജോലി, എനിക്ക് അതും ഏറ്റവും നല്ല കമ്പനിയിൽ. ഞാൻ വിചാരിക്കുന്ന സമയത്തും അല്ല തന്നെ. വിചാരിക്കാത്ത സമയത്ത് എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടണത്. ദൈവത്തിന്റെ പ്ലാൻ അപ്പോൾ അത്രയ്ക്ക് വലുതാണെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലാക്കി. ആദ്യം ഡബ്ലിനിൽ ജോലി കിട്ടിയതും ബൈബിൾ റീഡിങ്ങിനൊക്കെ കുറെ പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത്. അപ്പം തന്നെ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എത്തിക്കുമ്പോൾ എനിക്ക് എന്തായാലും കിട്ടും എന്ന്. അങ്ങനെ ഞാൻ ഭയങ്കര അത്ഭുതമാണ്. എനിക്ക് അതുകൊണ്ട് ഇത് എന്തായാലും പറയണത് തോന്നി. പറഞ്ഞില്ലെങ്കിൽ ദൈവം എന്നോട് ചോദിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബൈബിൾ റീഡിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും അത്രയ്ക്കിനും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കും വേണം, ദൈവത്തിനോട് എടുത്ത് ചോദിക്കും വേണം എന്താ വേണ്ടതെന്ന്. അതിൻ്റെ ഇരട്ടി നമുക്ക് ദൈവം തരും. അത് 100% ഷുവർ. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളല്ല എനിക്ക് ആള് തന്നെ, അതിനെ അപ്പുറത്താ. ഇതുപോലെ കുറെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ദൈവമായിട്ട് കൂടുതൽ അടുത്തതിന് ശേഷം. അപ്പം എനിക്ക് ഇത്രേ ഉള്ളൂ പറയാൻ. താങ്ക് യു മൃദുലേച്ചി ഇത് കണ്ടക്ട് ചെയ്തതിനും, പിന്നെ എൻ്റെ ഹസ്ബൻഡിനും, പിന്നെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിനും എല്ലാവർക്കും എനിക്കൊരു പ്രാർത്ഥിച്ചതിനും സപ്പോർട്ട് ചെയ്തതിനും എല്ലാത്തിനും ഒരുപാട് താങ്ക്സ്. പിന്നെ ദൈവത്തിന് സ്പെഷ്യൽ താങ്ക്സ്. ഇത്രേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്.